ഹലോ നമസ്കാരമുണ്ട്. വെൽക്കം ടു പഹയൻ മൂവീസ്. ഈ ചാനലിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റി പഹയൻ മൂവീസ് എന്നാക്കി. കാരണം പഹയൻ എന്നുള്ള പേരിലാണ് എൻ്റെ വീഡിയോസൊക്കെ അധികം ആൾക്കാർ കാണുന്നതും ചില ആൾക്കാർ വിളിക്കുന്നതും അങ്ങനെയായിട്ടുണ്ട്. ഇപ്പോൾ ധാരാളം ആൾക്കാർ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട്, അതായത് ടേർബോൻ്റെ നമ്മളെ അഭിപ്രായം കണ്ടിട്ട് കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എന്തായാലും മലയാള സിനിമയല്ല, കുറച്ച് ഫോറിൻ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശം. ഈ മലയാള സിനിമകളെ പറ്റി നമ്മൾ പറയുമ്പോൾ ധാരാളം ആൾക്കാർ കാണും വീഡിയോ ഒക്കെ, ധാരാളം ആൾക്കാർ കമൻറ്റ് ചെയ്യും, ചിലർ നമ്മളെ പുകഴ്ത്തും, ചിലർ നമ്മളെ എതിർക്കും, ഇതൊക്കെ ഉണ്ട്. പക്ഷെ എവിടെയോ നമുക്ക് സിനിമയോടുള്ള ആ ഒരു സ്നേഹം, സിനിമ എന്നുള്ള ആ ഒരു കലയോട് നമ്മൾ കാണിക്കേണ്ട ആ ഒരു ആത്മാർത്ഥത നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളതാണ്. നമ്മൾ വെറും ഫാൻസായിട്ടും ആരാധകരായിട്ടും കാണികളും പ്രേക്ഷകരുമായി മാറാൻ പറ്റാതെ, അത് ഓൺലൈൻ മീഡിയയിൽ മാത്രം ഉണ്ടാകുന്നൊരു പ്രശ്നമായിരിക്കാം. നമ്മളിപ്പോൾ സിനിമ കാണുന്ന സമയത്ത് ഉണ്ടാവില്ല, പക്ഷെ അതിൻ്റെ ചർച്ചകൾ പലപ്പോഴും ഹെൽത്തി അല്ല എന്നുള്ളത് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ടർബോ സിനിമേനെ പറ്റിയിട്ടും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം തന്നെ എനിക്കില്ല എന്നുള്ള രീതിയിലാണ്. എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. നമുക്കൊക്കെ ഒരേ സിനിമ ഇഷ്ടപ്പെടാം, നമ്മളൊക്കെ ഒരേ സമയത്ത് ഡിഫറെൻറ്റ് വ്യക്തികളല്ലേ, നമുക്കൊക്കെ ഡിഫറെൻ്റ് ഇതിലല്ലേ. പക്ഷേ ഫോറിൻ സിനിമകൾ ധാരാളം സിനിമകളുണ്ട്. അത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഭാഷയിലുള്ള സിനിമകൾ മാത്രം കാണും. മലയാളം മാത്രമല്ല കേട്ടോ, ഇംഗ്ലീഷ് മാത്രം കാണുമ്പോൾ മലയാളം, തെലുങ്ക്, തമിഴ്, ഏതെങ്കിലും ഒരു ഭാഷയിലുള്ള സിനിമ മാത്രം കാണുമ്പോൾ വേറൊരു ഭാഷയിലുള്ള സിനിമ, വേറൊരു സംസ്കാരത്തിൽ നിന്നുള്ള സിനിമ കാണുന്ന സമയത്ത് നമ്മളുടെ തോട്ട് ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ആവും. അതെനിക്ക് വലിയൊരു എക്സ്പീരിയൻസാണ്. അപ്പം ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പം ഒരു 10 ദിവസം നാട്ടിലുണ്ടായിരുന്നു. അപ്പം ട്രാവലിൻ്റെ ഭാഗമായിട്ട് ഞാൻ ധാരാളം സിനിമകൾ കേട്ടു. ഇംഗ്ലീഷ് സിനിമയുണ്ട്, ഫ്രഞ്ച് സിനിമയുണ്ട്, ഫിന്നിഷ് സിനിമയുണ്ട്, ബെൽജിയൻ സിനിമയുണ്ട്. അപ്പോൾ ഞാൻ ആ സിനിമകളെ പറ്റിയിട്ട് അടുത്ത കുറച്ച് വീഡിയോസിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഒരു സിനിമ, എന്താ പറയുക, ഓരോ സിനിമയെക്കുറിച്ചും ധാരാളം സംസാരിച്ചൊരു വീഡിയോ മുഴുവൻ ഉണ്ടാക്കുന്നതിന് പകരം ഒരു 3 സിനിമകൾ എടുത്തിട്ട് ആ 3 സിനിമകൾ കുറിച്ച് നിങ്ങളോട് അതിൻ്റെ ഒരു പ്ലോട്ട് എന്താണ്, ആ സിനിമനെ പറ്റി ഒരു പരിചയപ്പെടുത്തൽ. അപ്പം എവിടുന്നാണ് ഞാൻ കണ്ടതെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ അത് പരിചയപ്പെടുത്തലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ യു ക്യാൻ ഡിസൈഡ് വെദർ യു വാണ്ട് ടു വാച്ച് ഓർ നോട്ട്. അപ്പം ഈ എല്ലാ സിനിമകളും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമ ഒരു റിവ്യൂ ചെയ്ത് അതിനെപ്പറ്റി പരിചയപ്പെടുത്തിയിട്ട് വെറുതെ ഞാനെന്തിനാ സമയം കളയുന്നത്. അപ്പം 3 സിനിമയാണുള്ളത്. ഒരു ഫ്രഞ്ച് സിനിമ, ഒരു ഫിന്നിഷ് സിനിമ, പിന്നെ ഒരു സ്പാനിഷ് സിനിമ. 3 സിനിമയാണ്, 3 ഡിഫറെൻറ്റ് ഭാഷകളിലും 3 ഡിഫറെൻറ്റ് ടൈപ്പ് സിനിമകളാണ്. അപ്പോൾ ആദ്യത്തെ സിനിമ അനദർ വേൾഡ് എന്ന് പറഞ്ഞ സിനിമയാണ്, മറ്റൊരു ലോകം എന്നുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ ഡയറക്ടർ സ്റ്റെഫാനി ബ്രിസെ, BRIZE എന്നാണ്. ഈ ഫ്രഞ്ചും ഫിന്നിഷും ഒക്കെ നമ്മൾ പറയുന്ന സമയത്ത് ചിലപ്പം ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിയായിക്കൊള്ളണം എന്നില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും സിനിമകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഐ വിൽ പുട്ട് ഇറ്റ് ഇൻ ദ ഷോ നോട്ട്സ്. ഈ സിനിമ ഞാൻ കാണുന്നത്, എല്ലാ സിനിമകളും ഈ 3 സിനിമകളും ഞാൻ കാണുന്നത് മൂബി എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലാണ്, MUBI. ഇത് അഡ്വർടൈസ്മെൻ്റ് ഒന്നുമല്ല. പക്ഷെ ആ പ്ലാറ്റ്ഫോമിൽ ധാരാളം സിനിമയെ താല്പര്യമുള്ള, സിനിമ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു സ്ട്രീമിംഗ് സർവീസായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനത്തെയൊക്കെ സിനിമകൾ ഉണ്ട് എന്നുള്ളത് തന്നെ ആ ഒരു പ്ലാറ്റ്ഫോം ഉള്ളപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഈ സിനിമകളിൽ പലതും ചിലപ്പം നെറ്റ്ഫ്ലിക്സ് മാതിരിയും അമേസോൺ മാതിരിയുള്ള ഇതിൽ വരില്ല. കാരണം ഇതൊക്കെ അധികം ഫെസ്റ്റിവൽ ഓറിയൻറ്റഡും ഒക്കെ ആയിട്ടുള്ള സിനിമകളും കൂടിയാണ്. അപ്പോൾ എന്താണ് ഈ അനദർ വേൾഡ് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം? അനദർ വേൾഡിൻ്റെ ഒരു പ്ലോട്ട് ഞാൻ പറഞ്ഞുതരാം. ഭാര്യ ഭർത്താവ് 2 പേര്. ഭർത്താവ് ഒരു ഫാക്ടറിയിലെ ഒരു പ്ലാന്റിൻ്റെ മാനേജറാണ്, ഭാര്യ ഒരു ഹൗസ് മേക്കറാണ്. അപ്പോൾ അവർ രണ്ടും ഡിവോഴ്സ് നടക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു കുട്ടിയുണ്ട്, കോളേജിൽ പഠിക്കുന്നു. അവർ ഡിവോഴ്സിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഡിവോഴ്സിൻ്റെ ഡിസ്കഷൻ നടക്കുമ്പോഴും അവർ തമ്മിൽ ഒരു സ്നേഹമുണ്ട്. അതായത് പല കാരണങ്ങൾ കൊണ്ടാണ് ഡിവോഴ്സിൻ്റെ പക്കത്തേക്ക് എത്താനുള്ള കാരണം. ഇയാൾക്ക് സമയമില്ല കുടുംബത്തിൻ്റെ കാര്യം നോക്കാൻ, ഇയാൾ കരിയർ മുന്നോട്ട് പോകുന്നു. അയാളുടെ കരിയർ മുന്നോട്ട് പോകുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവം. അപ്പം പൂർണ്ണമായിട്ടുള്ള ഒരു ദേഷ്യമോ വെറുപ്പോ ഡൊമസ്റ്റിക് അബ്യൂസോ വയലൻസോ ഒന്നുമല്ല ഇതിന് കാരണം. പക്ഷേ ഭാര്യയ്ക്ക് തോന്നുകയാണ് കുറേ കഴിഞ്ഞപ്പം, എൻ്റെ ജീവിതത്തിൽ ഞാനുള്ളത് മുഴുവൻ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ചിലവാക്കി, ഞാനൊന്നും ചെയ്തില്ല, എൻ്റെ സ്വപ്നങ്ങൾക്ക് എന്ത് വില എന്നൊക്കെയുള്ള രീതിയിൽ അവർ ഡിവോഴ്സിലേക്ക് വരികയാണ്. അപ്പോൾ ആ ഒരു ത്രെഡ് ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട്.
അവർക്ക് ആ ഡിവോഴ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള അതിൻ്റെ ടെൻഷൻ, ആരൊക്കെ പൈസ കൊടുക്കണം. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും എങ്ങനെയാണ് ലോയേഴ്സ് സംസാരിക്കുന്ന മാതിരിയല്ല ഇവർ സംസാരിക്കുന്നത്. സോ വളരെ വളരെ ഇൻഡെപ്തായിട്ട് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നതിനെ കുറിച്ചും അതിൽ പറയുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ആൻഡ് അതേ സമയത്ത് തന്നെ അവരുടെ മകൻ, കോളേജിൽ പഠിക്കുന്ന മകന് കോളേജിൽ കുറച്ച് പ്രശ്നങ്ങൾ. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഡിവോഴ്സിന് വേണ്ടി നിൽക്കുന്ന ഭാര്യയും ഭർത്താവും അച്ഛൻ അമ്മ എന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ട് ദേ ആർ ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ ടു ദാറ്റ് ആക്ടിവിറ്റി. പിന്നെ ഈ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എന്താ പറയുക, ആൺ ക്യാരക്ടറിനെ, അയാൾ ഈ പ്ലാന്റ് മാനേജറാണല്ലോ. അപ്പോൾ പ്ലാന്റിൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം നടന്നുകൊടുക്കുക. അതായത് ആ പ്ലാന്റിൻ്റെ മെയിൻ ആൾക്കാർ അമേരിക്കക്കാരാണ്. അമേരിക്കയിലുള്ളൊരു കമ്പനി അത് ഏറ്റെടുക്കും, അങ്ങനെ അത് ചെയ്തു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആ പ്ലാന്റ് നിന്ന് കുറച്ച് ആൾക്കാരെ പിരിച്ചു വിടണം. അപ്പോൾ അതിൻ്റെ ഒരു മോറൽ ഡിലേമ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഒരു പ്ലാന്റ് മാനേജർ എന്നുള്ള രീതിയിൽ അയാൾ ആ പ്ലാന്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ അവിടെ ജോലി എടുക്കുന്ന ഓരോ ആൾക്കാരും വർക്ക് ചെയ്തത് അയാളുടെ ഗ്രോത്തിനും കൂടെ സഹായിച്ചിട്ടുണ്ട്. കമ്പനിക്കും പ്ലാന്റ് മാനേജർ എന്നുള്ള രീതിയിലും അയാളെ ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പം അവർ പിരിച്ചുവിടുക എന്ന് പറയുന്നത് എന്താണ്, വാട്ട് ഇസ് എ ഡിസിഷൻ? അപ്പോൾ സിനിമ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പല പ്രശ്നങ്ങൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, 2-3 വ്യക്തികളുടെ റിലേഷൻഷിപ്പിൽ ഈ കുറേ കോൺഫ്ലിക്ട്സും കോംപ്ലക്സസും വന്നിട്ട് എങ്ങനെയാണ് ഇതൊക്കെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഈ സ്ട്രെസ്സുകളും ഈ കാര്യങ്ങളൊക്കെ തരണം ചെയ്യുന്നത്, എന്ത് ഡിസിഷൻസാണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമ്മൾ ഓരോ തീരുമാനങ്ങൾക്കും നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. ആ പ്രത്യാഘാതങ്ങൾ എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത്, അങ്ങനെ കുറേ ലെയറിൽ കൂടെ ആ സിനിമ പോകുന്നുണ്ട്. അനദർ വേൾഡ് എന്നാണ് സിനിമയുടെ പേര് എന്നുണ്ടെങ്കിലും നമ്മളുടെ വേൾഡിനെ കുറിച്ചാണ് ആ സിനിമ എന്നുള്ളത് തോന്നിപ്പോവും. അപ്പോൾ അത് ചാൻസ് കിട്ടുകയാണെങ്കിൽ കാണുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഷോ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. മൂവി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ കണ്ടത്. നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണാം. ഇത് പലപ്പോഴും ആൾക്കാർ ഇത് ചെയ്യുമ്പോൾ പറയും ടെലിഗ്രാമിലുണ്ടോ എന്നുള്ളത്. ടെലിഗ്രാമിൽ സിനിമ കാണരുത് എന്ന് വിചാരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം അത് ഇല്ലീഗലാണ് എന്നുള്ളത് തന്നെ. കാരണം മൂവീൻ്റെയൊക്കെ സ്ട്രീമിംഗ് എടുക്കാൻ വലിയ ചിലവൊന്നും ഉണ്ടാവില്ല. ആ സ്ട്രീമിംഗ് എടുത്ത് നിങ്ങൾ കാണുക. ഈ കക്കണത് മോശമല്ലേ? അപ്പോൾ ടെലിഗ്രാം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാതെ ട്രൈ ടു വാച്ച് ത്രൂ എ പെയ്ഡ് സ്ട്രീമിംഗ് സർവീസ് എന്നുള്ളതാണ്. അടുത്ത സിനിമ ഫിന്നിഷ് സിനിമയാണ്, റോഡ് നോർത്തിലേക്കുള്ള റോഡ് എന്ന് പറയുമ്പോൾ. ഇതൊരു 2012, നേരത്തെ സിനിമ 2021, 2012 ഒരു കോമഡി സിനിമയാണ്. അതിൻ്റെ ഒരു രസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഥകളൊക്കെ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മളൊരു മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് ഇതൊരു മലയാള സിനിമ ആക്കിയ രസമാവുമല്ലോ എന്നുള്ള തോന്നലൊക്കെ വരും എനിക്ക്. അപ്പം ഇതിൽ ഭയങ്കര രസമുണ്ട്. ഒരു ഫസ്റ്റ് തമാശ ഞാൻ പറഞ്ഞുതരാം. ഒരു തടിച്ചിട്ട് ഒരാൾ, കുറച്ച് പ്രായമായിട്ടുള്ളൊരാൾ, അയാളിങ്ങനെ എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് അയാൾ പറയും, ഇങ്ങനെ പുറത്തേക്ക് എങ്ങനെ കിടക്കുക എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 പെണ്ണുങ്ങളും മുമ്പിലുണ്ട്. അപ്പം ആ സ്ത്രീകളോട് ചോദിക്കും. ഇയാൾ പറയും, എങ്ങനെയാണ് ഈ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് കിടക്കുക? അപ്പോൾ ഈ സ്ത്രീകൾ ഇയാൾ നോക്കും, നിങ്ങൾ കാണാൻ കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് ഈ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കാൻ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് പറഞ്ഞ്, പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കാൻ അറിയാം. എന്നാൽ പിന്നെ ഞങ്ങളെ പിന്നാലെ നടന്നോ പുറത്തേക്ക് എത്തിച്ചേരാണ്. അപ്പം വഴി കാണിച്ചു തരാം എന്നുള്ളതിന് തന്നെ ഒരു തമാശയോട് കൂടിയിട്ടാണ് അതിൻ്റെ അവിടെ തന്നെ വരുന്നത്. അപ്പോൾ ഇയാൾ ആരാ എന്താണെന്നുള്ളതൊന്നും നമുക്ക് യാതൊരു ധാരണയില്ല. അതൊക്കെ സിനിമയിൽ പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ പോയിട്ട് ഒരാളുടെ കോൺസേർട്ട്, ഒരു പിയാനിസ്റ്റിൻ്റെ കോൺസേർട്ട് കേൾക്കുകയാണ്. അത് കഴിഞ്ഞ് പിയാനിസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോണ്ട് ഈ ചങ്ങായിണ്ട് പിയാനിസ്റ്റിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ പിയാനിസ്റ്റ് അവിടുത്തെ ഗാർഡിനെയൊക്കെ വിളിച്ചിട്ട് കള്ളുകൂടിയാനുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്തേക്ക് അയാൾ എണിക്കും. എന്നിട്ട് പറയും, ഞാൻ നിൻ്റെ അച്ഛനാണെന്ന് പറയും. അവിടെയാണ് സിനിമ തുടങ്ങുന്നത്. അങ്ങനെ ഇയാൾ ഉള്ളിൽ കയറും. അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ പിയാനിസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഭാര്യ അവിടെ അല്ല, ഭാര്യയും കുട്ടിയും വേറെ എവിടെയാണ്. അപ്പോൾ ഇയാൾ പിയാനിസ്റ്റ് എന്താ പറയുക, ഭയങ്കര സ്ട്രക്ചേർഡ് ലൈഫാണ്, നല്ല വീട്. മറ്റാൾക്കാണെങ്കിൽ അച്ഛനാണെങ്കിൽ യാതൊരു ഇതുമില്ല, അയാൾക്ക് വൃത്തിയില്ല, അയാൾ കള്ള് കുടിക്കും, സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞവിടെ തന്നെ പോയിട്ട് സിഗരറ്റ് വലിക്കും, അങ്ങനെയുള്ള എല്ലാവിധ ഇയാളായിട്ടുള്ള. അപ്പോൾ പിയാനിസ്റ്റിന് ഭയങ്കര പ്രശ്നമുണ്ട്, ഇതാണോ എൻ്റെ അച്ഛൻ എന്നുള്ളത്. അപ്പോൾ ചെറുപ്പത്തിൽ വിട്ടുപോയതാണെന്നുള്ളത് അറിയാം. അങ്ങനെ അച്ഛൻ പറയുകയാണ് മോനോട്, നമുക്കൊരു യാത്ര പോകണം, നിനക്ക് കുറച്ച് ഇൻഹെറിറ്റൻസ് ഉണ്ട്,
അതായത് എൻ്റെ കാലശേഷം നിനക്ക് തരാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കുറച്ച് സംഭവമുണ്ട്, അത് നിനക്ക് തരണം എന്നുള്ളത്. എന്താ ഏതാതൊന്നുമില്ല, അതെന്താണ് എന്നും അതിട്ട് ഇയാളെ കൂടെ പോവുകയാണ് ഈ പിയാനിസ്റ്റ്, മകൻ അച്ഛനെയും കൂട്ടിയിട്ട്. അപ്പം അച്ഛൻ്റെയും മകൻ്റെയും അഡ്വഞ്ചേഴ്സ്, മിസ് അഡ്വഞ്ചേഴ്സ് എന്നൊക്കെ പറയാം. അതിൻ്റെ ഇടയിൽ അവർ അമ്മയെ കാണുക, അതിൻ്റെ കഥകൾ പല പല ഇതായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് സിനിമയുടെ ഭാഗമായിട്ട് അൺട്രാവൽ ചെയ്ത് വരികയാണ്. അതിൻ്റെ ഇടയിലുള്ള കോമഡികൾ വേറെ. നമുക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ കാണണം. റോഡ് നോർത്ത് മൂവിയിൽ തന്നെയാണ് കണ്ടത്. മൂന്നാമത്തെ സിനിമ ലേശം സീരിയസ് സിനിമയാണ്. ലേശം സീരിയസ് ആണ്, വയലൻ്റ് ആണ്, വിഷമം തോന്നുന്ന സിനിമയാണ്. ദ സെറ്റിലേഴ്സ് എന്നാണ് സിനിമയുടെ പേര്. ഒരു സ്പാനിഷ് സിനിമയാണ്. ഇതിൻ്റെ ഒരു 2023 സിനിമയാണ്. മാത്രമല്ല ഈ സിനിമയുടെ ഒരു അത് പറയുന്ന ഒരു കോ പ്രൊഡക്ഷനാണ്. ചിലി, അർജൻറ്റീന, UK, തായ്വാൻ, ഫ്രാൻസ്, ഡെൻമാർക്ക്, സ്വീഡൻ, ജർമ്മനി ഇവരൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കിയൊരു സിനിമയാണ്. അപ്പോൾ ഇത് ചിലി എന്ന് പറഞ്ഞ രാജ്യത്ത്, അതായത് സ്പാനിഷ് കോൺക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ രാജ്യമായി മാറുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അവിടുത്തെ നേറ്റീവായിട്ട് താമസിക്കുന്ന ആൾക്കാരും അപ്പോൾ നേറ്റീവായിട്ട് താമസിക്കുന്ന ആൾക്കാരുടെ മുകളിൽ ചെയ്യുന്ന അത്യാചാരങ്ങളെക്കുറിച്ചാണ് ഒരിതിൽ. അത്യാചാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാർ ടൈമാണ്, രാജ്യം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അതിർത്തികളൊന്നുമില്ല. അപ്പം കയ്യൂക്കുള്ളവന് അതിർത്തികൾ തീരുമാനിച്ചിട്ട് ഇത് ഞങ്ങളുടേതാണെന്ന് പറയാം. അപ്പം ഭരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫ്യൂഡൽ ലോർഡ്സിനെ കൊണ്ട് ഭരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്യൂഡൽ ലോർഡ്സുമായിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്ത് പറയുന്നത് പറഞ്ഞാൽ ഈ ഫ്യൂഡൽ ലോർഡ്സ് ഭയങ്കര പവർഫുള്ളായിട്ട് ഭയങ്കരമായിട്ടുള്ള അക്രമങ്ങൾ അവരുടെ സ്ഥലങ്ങൾ, അതായത് ഈ ഗവൺമെൻറ് പറഞ്ഞായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചെയ്തോ എന്നുള്ളത്. ഈ സ്പാനിഷ് ഗവൺമെൻറ് സ്പാനിഷ് എന്താ പറയുക, സ്പാനിയാർഡ്സ് വന്നിട്ട് സൗത്ത് അമേരിക്കയിൽ പല സ്ഥലങ്ങളിലും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ബ്രിട്ടീഷുകാർ വന്ന് സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്കയിലൊക്കെ അങ്ങനെയാണല്ലോ. ഇവിടെയുള്ള ആൾക്കാരെ കംപ്ലീറ്റ് കൊന്നൊടുക്കിയിട്ട് സ്ഥലം പിടിച്ചടക്കുകയാണ് ചെയ്തിട്ടുള്ളത് യൂറോപ്പിൽ നിന്ന് ആൾക്കാർ വന്നിട്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് രാജ്യം പറഞ്ഞിട്ടുണ്ടാവും, ഫ്യൂഡൽ ലോർഡ് യജമാന്മാരോട് പറഞ്ഞിട്ടുണ്ടാവും ഇതൊക്കെ ടേക്ക് കെയർ ചെയ്തോളാം. പക്ഷെ പിന്നെ അവരുടെ ഒരു രാജ്യം മാതിരി അവിടെയെങ്കിലും റൺ ചെയ്യാൻ തുടങ്ങാം. അതിൽ അക്രമങ്ങളും കാര്യങ്ങളൊക്കെ. കുറച്ച് കഴിയുമ്പോൾ ഈ യൂറോപ്പിൽ നിന്നൊക്കെ വന്നിട്ട് ഈ സ്ഥലങ്ങളിൽ ജീവിച്ച ആൾക്കാർ അവരുടേതായിട്ടുള്ളൊരു രാജ്യം പടുത്ത് കെട്ടാനും ഒരു ഡെമോക്രസിയും ഒരു ഭരണകൂടവും ഒക്കെ ഉണ്ടാക്കാൻ നേരത്ത് അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെയുള്ള നേറ്റീവ് അമേരിക്കൻസിനെ നമുക്ക് ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല, ചെയ്തതൊക്കെ തെറ്റായിരുന്നു, നമുക്ക് അവരെയും കൂടെ അംഗീകരിക്കുന്ന രീതിയിൽ. അപ്പം നല്ല കഥകൾ. അപ്പം രാജ്യം ഉണ്ടാക്കുന്ന സമയത്ത് പഴയ പല അക്രമങ്ങളെയും ഒളിപ്പിച്ച് വെക്കുകയും അതേപോലെ തന്നെ പുതിയ എന്താ പറയുക, ഇല്ല ഞങ്ങൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി എല്ലാ ഭരണകൂടങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സിനിമയുടെ ഭാഗമായിട്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പശ്ചാത്തലം ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ സിനിമയായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടുത്തെ ചില സോഷ്യോ പൊളിറ്റിക്കൽ ചരിത്രപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ആ സിനിമേൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ എന്താ പറയുക, ഏതൊക്കെയാണ് നമ്മളെ സ്ഥലം എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു സോൾജറിനെ അയക്കുകയാണ്. ആ സോൾജറിന് സഹായത്തിന് വേണ്ടിയിട്ട് 2 ആൾക്കാരെയും വിടും. കൂടെ സഹായത്തിന് ഒരു നേറ്റീവ് ആയിട്ടുള്ള അവിടുത്തെ ഒരു സൗത്ത് അമേരിക്കയിൽ നേറ്റീവായിട്ടുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നേറ്റീവ് അല്ല, പക്ഷേ ഏതെങ്കിലും ചിലപ്പോൾ സ്പാനിയാർഡ്സോ യൂറോപ്യൻസോ ഒരു മിശ്രമായിട്ടുള്ളൊരു മിക്സ്ഡ് ബ്ലഡ് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അവരോട് ഉള്ള ട്രീറ്റ്മെൻറ്റ്, അതിൽ ഈ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക സ്കാൽപ്പ് മുറിച്ചെടുക്കും. കാരണം ഇതൊക്കെ ഭയങ്കര മെമെൻറ്റോ ആയിട്ട് ഇവരുടെ കോൺക്വസ്റ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇത് എടുത്തു കൊണ്ടുപോകുന്ന അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. വളരെ ബ്രൂട്ടലും വയലൻറ്റുമായിട്ടുള്ള കാലഘട്ടമാണ്. അതായത് ഹീറോ പൂർണ്ണമായിട്ട് നല്ലവരായിട്ടുള്ള ആൾക്കാരോ ഒന്നും ഉണ്ടാവില്ല. എല്ലാവരുടെയും മോശമായിട്ടുള്ള സ്വഭാവത്തെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന, നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലല്ല നിയമങ്ങൾ എന്നുള്ളൊരു കാലത്തെ കുറിച്ചിട്ടുള്ള ഇതും കൂടിയാണ്. അതായത് പുരോഗമനം എന്നൊക്കെ പറയുന്ന കാര്യത്തിലേക്ക് ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബിഫോർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആൻഡ് എവരിത്തിങ് കുതിരയുടെ മുകളിൽ ആൾക്കാർ പോകുമ്പോൾ കയ്യൂക്കുള്ളവനാണ് ഈ നാട് മുഴുവൻ എന്ന് പറയുന്നൊരു കാലത്തെ ഒരു
സെറ്റിലേഴ്സ് എന്നുള്ള പേര് വരാൻ കാരണം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലൊക്കെ ഇപ്പോൾ ഉള്ള എല്ലാ യൂറോപ്യൻകാരും അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യക്കാരൊക്കെ ഇവിടേക്ക് വന്ന് സെറ്റിൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ ജീവിക്കുന്ന ഇവിടെയുള്ള ആൾക്കാരെ ഡിസ്പ്ലേസ് ചെയ്യിപ്പിച്ചിട്ട് അവിടുന്ന് ഒഴിവാക്കിയിട്ട് ജീവിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ സിനിമയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊക്കെ ഓരോ സ്ഥലത്ത് ജീവിക്കുന്നതും നമ്മളുടെ പ്രിവിലേജുകളും കാര്യങ്ങളൊക്കെ എത്രയോ ഗ്രേവ് യാർഡ്സിൻ്റെ മുകളിൽ, ശവക്കല്ലറകളുടെ മുകളിൽ നിന്നിട്ടാണ് ഈ വലിയ വർത്തമാനം നമ്മൾ പറയുന്നത് എന്നുള്ളത് പലപ്പോഴും നമ്മളെ ചരിത്രം പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ, മനുഷ്യൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ്സ് എ വെരി ബ്ലഡി ഹിസ്റ്ററി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അനീതികളുടെ ഒരു ചരിത്രം കൂടിയാണ്. അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പോൾ നമ്മൾ വി ഓ സംതിങ് ടു ഓൾ ദ ലൈഫ്സ് ദാറ്റ് വർ ലോസ്റ്റ് ഇൻ ദിസ് ഹോൾ ജേർണി. അതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ സിനിമകൾക്ക് നമ്മളെ പല രീതിയിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടെന്നും എനിക്ക് തോന്നി. അപ്പോൾ ഈ 3 സിനിമകൾ, അനദർ വേൾഡ്, റോഡ് നോർത്ത് ആൻഡ് ദി സെറ്റിലേഴ്സ്, നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി എനിക്കിഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോളണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ എനിക്കിഷ്ടപ്പെട്ട സിനിമകളെക്കുറിച്ച് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ചിലപ്പോൾ 2-3 ആൾക്കാർക്ക് ഇത് കാണാൻ ഇത് ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എനഫ്. വേറെ പ്രത്യേകിച്ച് യാതൊരു. ഇതിൻ്റെ പോഡ്കാസ്റ്റും അവൈലബിൾ ആണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള വല്ലപ്പോഴും മലയാളം സിനിമ വരുന്ന സമയത്ത് സംസാരിക്കാം. പക്ഷേ മലയാളം സിനിമയെക്കുറിച്ച് പറയുന്ന സമയത്ത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മളുടെ ഒരു എൻജോയ്മെൻ്റ് എടുത്ത് മാറ്റുകയാണ്. കാരണം നമ്മൾ മലയാള സിനിമയെ പറ്റി പറയുമ്പോൾ എപ്പോഴും തല്ലുകൂടാൻ റെഡി ആയിട്ട് ആൾക്കാർ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. അത് ഇറ്റ് ടേക്സ് അവേ ദ ഫൺ ഓഫ് ഡൂയിങ് ദിസ് ഹോൾ തിങ്. ഞാൻ കമൻറ്റ് ബോക്സിൽ ചിലപ്പം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം, pahayanmovies@gmail.com. ഈ സിനിമയെക്കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ pahayanmovies@gmail.com. അപ്പം അടുത്ത വീഡിയോ ഇതേപോലെ തന്നെ 2-3 സിനിമയ്ക്കായിട്ട് വരാം. അപ്പം എങ്ങനെയാക്കാം.